അതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഐഡന്റിഫൈ ദ കൗണ്ടബിൾ നൗൺ ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ്. താഴെ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് കൗണ്ടബിൾ നൗണുകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ കൗണ്ടബിൾ നൗൺ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കൗണ്ടബിൾ? എണ്ണാൻ കഴിയുന്ന നാമങ്ങൾക്ക് പറയുന്ന പേര് കൗണ്ടബിൾ, എണ്ണാൻ കഴിയാത്ത നാമങ്ങൾക്ക് പറയുന്ന പേര് അൺകൗണ്ടബിൾ. ഓക്കെ, അപ്പൊ ഇവിടെ കൗണ്ടബിൾ നൗൺ ആണ്. വാട്ടർ എണ്ണാൻ കഴിയില്ല, അത് അൺകൗണ്ടബിൾ ആണ്. സോറി, അൺകൗണ്ടബിൾ ആണ്. റൈസ് എണ്ണാൻ കഴിയില്ല, അൺകൗണ്ടബിൾ ആണ്. ചെയർ എണ്ണാൻ പറ്റും, അത് കൗണ്ടബിൾ ആണ്. ദി ഹാപ്പിനെസ് അൺകൗണ്ടബിൾ ആണ്. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എ, സി ഓപ്ഷൻ ആയിട്ടുള്ള ചെയർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത് രണ്ടാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് റിപ്പോർട്ടർ സ്പീച്ച്. താഴെ തന്നിരിക്കുന്നതിന്റെ റിപ്പോർട്ടർ സ്പീച്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയായിരുന്നു, ഹി സെഡ് ഐ ആം റീഡിങ് എ ബുക്ക്. നമ്മൾ പഠിച്ചു, ദേ ആം വരുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി കൊടുക്കാൻ പറഞ്ഞു കൊടുക്കില്ല? ആം വരുന്ന സെന്റൻസുകൾ ഈസ് ആം വന്നു കഴിഞ്ഞാൽ എന്താക്കുക? വാസ് ആക്കുക. ഈസ് ആം വന്നു കഴിഞ്ഞാൽ വാസ് ആക്കുക. നമുക്ക് വാസ് വരുന്ന രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ദേ ബി ഓപ്ഷനും ഉണ്ട്, അതുപോലെ ഏതുകൊണ്ട് ഡി ഓപ്ഷനും ഉണ്ട്. സെഡ് വരുന്ന സെന്റൻസ് അല്ലേ, ഇവിടെ സെഡ് ഡി ഓപ്ഷനിൽ സേസ് ആണ് കിടക്കുന്നത്. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, സെലക്ട് ദ സെന്റൻസ്, കറക്റ്റ് സെന്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ബൈ പ്ലസ് സബ്ജക്ട് വരുന്ന സെന്റൻസ് എല്ലാം എന്താണ്? അതെല്ലാം പാസീവ് വോയിസ് ആണ്. അപ്പൊ ബൈ വരാത്ത ഒരേ ഒരു സെന്റൻസ് ഉള്ളൂ, ഏതാണ്? സി ഓപ്ഷൻ ആണ് ഉത്തരം, അതാണ് ആക്റ്റീവ് വോയിസ്. എന്നാൽ ഈ സെന്റൻസിന്റെ പാസീവ് എന്ന് പറഞ്ഞു നോക്കിയേ, the teacher explains the lesson. നമുക്ക് എങ്ങനെ പറയാം? ഇതിന്റെ പാസീവ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ the lesson, the lesson. നമുക്ക് explains s ൽ അവസാനിക്കുന്ന വെർബ് ഒന്നുകൊണ്ട് is എഴുതാം, am എഴുതാം, are എഴുതാം. the lesson എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് is എഴുതി. the lesson is explained, വെർബിന്റെ മൂന്നാമത്തെ രൂപം explained. the lesson is explained by the teacher. The lesson is explained by the teacher. Okay, ഇത് അതിന്റെ പാസീവ് വോയിസ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ ആക്റ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്, സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ, ചൂസ് ദ കറക്റ്റ് ദി ഫ്രൈസൽ വെർബ് ഫ്രം ദ കംപ്ലീറ്റ് വെർബ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഫ്രൈസൽ വെർബ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The fireman were able to dash the fire before it spread. നോക്ക്, ഫയർമാൻ എന്ത് ചെയ്തു? തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പേ തീ അണച്ചു എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ തീ അണയ്ക്കുക എന്ന് പറയുന്ന ഫ്രൈസൽ വെർബ് ഏതെന്നാണ്? പുട്ടപ്പ് എന്ന് പറഞ്ഞ ബിൽഡ് എന്നാണ് അർത്ഥം, കെട്ടിപ്പടുക്കുക, ഉയർത്തിക്കൊണ്ടു പോവുക. പുട്ട് ഓൺ എന്ന് പറഞ്ഞ ടു വെയർ എന്നാണ് അർത്ഥം. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞ എക്സ്റ്റിംഗ്വിഷ്, തീ അണയ്ക്കുക, പുട്ട് ഔട്ട് ആണ് ഉത്തരം. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞ സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുക. ഓക്കെ, അടുത്ത നോക്കിയേ, which sentence contains an adjective. താഴെ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ഏത് സെന്റൻസിലാണ് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ സെന്റൻസ്, she drives carefully. ഇവിടെ നമുക്ക് കെയർഫുള്ളി എന്ന് പറയുന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ അത് ആഡ് വെർബ് ആണ്. ആഡ് വെർബ് വന്നിരിക്കുന്ന സെന്റൻസ് ആണെങ്കിൽ നമുക്ക് കെയർഫുള്ളി എഴുതാം. നമ്മൾ പഠിച്ചു എൽവയിൽ അവസാനിക്കുന്ന വാക്കുകളെല്ലാം ആഡ് വെർബ് ആണ്. ഡ്രൈവ്സ് എന്ന് പറയുന്ന വെർബിന്റെ വിശേഷണമാണ് കെയർഫുള്ളി. ഇനി രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ, ദ ടോൾ ബിൽഡിംഗ് ഈസ് വിസിബിൾ ഫ്രം ഹിയർ. നമുക്ക് ഇവിടെ ടോൾ എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിന്റെ വിശേഷണമാണ്. ബിൽഡിംഗ് എന്ന് പറയുന്നത് നൗൺ ആണ്. നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. അതുകൊണ്ട് നമുക്ക് ഏത് ഓപ്ഷൻ? ബി ഓപ്ഷൻ അഡ്ജക്റ്റീവ് ആയിട്ട് വരും. അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ്, കാരണം നൗണിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ബിൽഡിംഗ് എന്ന് പറയുന്ന നൗണിനെ ടോൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ടോള്, ബിഗ്, സ്മോള്, ക്ലവർ, വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ ഒക്കെ അഡ്ജക്റ്റീവ്. ഹി റോട്ട് എ ലെറ്റർ, ഇനി അത് അഡ്ജക്റ്റീവ് ഒന്നും വന്നിട്ടില്ല. ഹി സബ്ജക്റ്റ്, റോട്ട് വെർബ്, എ ലെറ്റർ ഒബ്ജക്റ്റ്. ദേ അറൈവ്ഡ് ഏർലി, ദേ സബ്ജക്റ്റ്, അറൈവ്ഡ് വെർബ്, ഏർലി എന്ന് പറയുന്നത് ആഡ് വെർബ് ആണ്. ആഡ് വെർബ് ഓഫ് ടൈം സൂചിപ്പിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, നമുക്ക് ഓപ്ഷൻ ബി ആണ്. ഐഡന്റിഫൈ ദ ഇറഗുലർ വെർബ് ഫ്രം ദ ഓപ്ഷൻ. ഇറഗുലർ വെർബ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറഗുലർ വെർബ്, ഇപ്പൊ എന്താണ് റെഗുലർ, എന്താണ് ഇറഗുലർ വെർബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഡിയിൽ അവസാനിക്കുന്ന V2 V3 വരുന്ന വെർബുകൾക്ക് പറയുന്ന പേര് റെഗുലർ വെർബ്.
ഇഡിയിൽ അവസാനിക്കാത്ത V2 V3 വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് ഇറഗുലർ വെർബ്. അപ്പൊ ഇവിടെ ഇറഗുലർ വെർബ് ആണ് ചോദിച്ചത്, വാക്ക് ഇഡിയിൽ അവസാനിക്കുന്നുണ്ട്. ബൈ എന്ന് പറയുന്നത് ബൈ ബോട്ട് ബോട്ട് എന്നാണ്. അപ്പം ബൈ ആണ് അവിടെ ഇറഗുലർ വെർബ് ആയിട്ട് വന്നത്. ലാഫ് ലാഫ് ലാഫ്ഡ്. പിന്നെ ടോക്ക് എന്ത് ചെയ്യുന്നത്, ടോക്ക് ടോക്ക് ടോക്ക്ഡ് ടോക്ക്ഡ്. അപ്പൊ നമുക്ക് ഏതായിരുന്നു വരുന്നത്, ബൈ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഐഡന്റിഫൈ ദ സിംഗുലാർ നൗൺ ഫ്രം ദ ബിലോ സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ നിന്ന് എന്ത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്? സിംഗുലാർ നൗൺ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ഇതായിരുന്നു, ദ ചൈൽഡ് പ്ലേസ് ഇൻ ദ പാർക്ക് എവരി ഈവനിങ്. നമുക്ക് തന്നിരിക്കുന്നതിൽ ചൈൽഡ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, പാർക്ക് ഉണ്ട്, ഈവനിങ് ഉണ്ട്. ഇവിടെ ചൈൽഡ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, അതിന്റെ പ്ലൂറൽ ചിൽഡ്രൻ എന്നാണ്. പ്ലേസ് എന്ന് പറയുന്നത് വേർബ് ആണ്, പാർക്ക് എന്ന് പറയുന്നത് നൗൺ തന്നെയാണ്, ഈവനിങ് എന്ന് പറയുന്നത് നൗൺ തന്നെയാണ്. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് നൗൺ ആണ്, നമുക്ക് അതുകൊണ്ട് ഉത്തരമായിട്ട് വരുന്നത് എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സിംഗുലാർ നൗൺ ആയിട്ട് സബ്ജക്റ്റ് നൗൺ ആണ്, സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന നൗൺ ആണ്. അപ്പൊ ചൈൽഡ് ആണ്, അതിന്റെ പ്ലൂറൽ ആണ് ചിൽഡ്രൻ. ഇനി അടുത്ത ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ഗൂസ്. ഗൂസിന്റെ പ്ലൂറൽ ഫോം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗൂസ് നമ്മൾ പഠിച്ചതാണ് ക്ലാസ്സുകളിലൊക്കെ, ഗീസ് ആണ്. ഗൂസിന്റെ പ്ലൂറൽ ഫോം ഗീസ് ആണ്. അടുത്ത ചോദ്യം നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓക്സിലറി വെർബ്. താഴെ തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൺ എന്ന് പറയുന്നത് വെർബ് ആണ്. വിൽ എന്ന് പറയുന്നത് മൊഡാൽ ഓക്സിലറി വെർബ് ആണ്, ഓക്സിലറി ആയിട്ട് വരുന്ന വില്ലാണ്. ഹാപ്പി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ക്വിക്ക്ലി എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. ഉത്തരമായിട്ട് വരുന്നത് വില്ലാണ്. വില്ല് ഒരു മൊഡാൽ ഓക്സിലറി ആണ്. ഈസ് മുതൽ ought to വരെ വരുന്ന വാക്കുകളാണ് ഓക്സിലറീസ്. ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ought to. ഇത്രയാണ് ഓക്സിലറീസ്. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഐഡന്റിഫൈ ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇൻ ദി സെന്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഏതാണ്? അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോൾ ഹാഡ് പ്ലസ് V3 വരുന്ന സെന്റൻസ് നോക്കുക. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഇക്വേഷൻ ഹാഡ് പ്ലസ് V3 എന്നാണ്. നമുക്ക് ഹാഡ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഏതാണ് കിടക്കുന്നത്? ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. എ ഓപ്ഷനിൽ ഹാഡ് പ്ലസ് V3 വന്നിട്ടില്ല, സി ഓപ്ഷനിൽ വന്നിട്ടില്ല, അതുപോലെ ഡി ഓപ്ഷനിൽ ഇല്ല. അടുത്ത നോക്കിയേ, which sentence is correctly uses a possessive pronoun. താഴെ തന്നിരിക്കുന്നതിൽ possessive pronoun ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏതാണ്? അപ്പൊ എന്താണ് ഈ possessive pronoun എന്ന് ആദ്യം പഠിക്കണം. possessive pronoun ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് mine, ours, yours, his, hers, അതേപോലെ its, theirs. ഈ വാക്കുകൾക്ക് പറയുന്ന പേരാണ് possessive pronoun. ഏതൊക്കെയാണ്? mine, ours, yours, his, hers, its, theirs. അപ്പൊ അങ്ങനെ വരുന്ന വാക്ക് ഏതുകൊണ്ട് കൂട്ടില്ലേ? mine ദാ വന്നിരിക്കുന്നു possessive adjective. this book is mine. ഉത്തരം ശരിയാണ്, അത് തന്നെയാണ്. അടുത്തതിൽ വന്നിട്ടില്ല. ഇവിടെ hers ഒരു സെന്റൻസ് possessive pronoun തുടങ്ങിയില്ല, തെറ്റ്. ഇനി അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഇവിടെ എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതെന്നാണ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് അക്കോമഡേഷന്റെ സ്പെല്ലിംഗ് ആണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അക്കോമഡേഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അക്കോമഡേറ്റ് ചെയ്യുന്നത്, അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് യൂസിങ് എ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. He is writing since 2 hours. He is writing since 2 hours എന്ന് പറയില്ല, തെറ്റാണ്. Is writing 2 hours എന്ന് പറയില്ല. Has been അല്ലെങ്കിൽ have been plus വരുന്ന സെന്റൻസിലാണ് since for ഉപയോഗിക്കുന്നത്. She was angry on me. Angry with me എന്നാണ് പറയുന്നത്, on പറയില്ല, തെറ്റാണ്. I am interested in. Interested, success ഇതൊക്കെ കഴിഞ്ഞ് in ചേർത്തിട്ട് പറയാം. തുടർന്ന് വരുന്ന വാക്ക് ing, ജെറണ്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അത് ഉത്തരം ശരിയാണ്. They are married with 5 years. With 5 years പറയില്ല, തെറ്റാണ്. ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷൻ ആണ്. ഇനി ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് എ കറക്റ്റ് ഇഡിയം യൂസ്ഡ് എന്ന് ചെയ്യുന്നത്. ഇഡിയം ഉപയോഗിച്ചിരിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. She hit the roof when she heard the news. ഒന്നാമത്തത് she pulled my leg
ലിറ്ററലി എന്ന് വന്നിട്ടുണ്ട്. രണ്ടാമത്തത് the exam was a piece of cake but I failed. piece of cake ഒരു ഇടിയാണ് മുമ്പിലെ piece of cake എന്ന് പറഞ്ഞാൽ ഈസി ടാസ്ക്, ഈസി ആയിട്ടുള്ള ടാസ്കുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് piece of cake എന്ന് പറയുന്നത്. ഇല്ലേ? പരീക്ഷ വളരെ എളുപ്പമായിരുന്നു പക്ഷെ ഞാൻ തോറ്റുപോയി. അത് കറക്റ്റ് അല്ലേ? മീനിങ് ബേസ് ശരിയാണ്. I am feeling under the sky today. തെറ്റ്. Okay, choose the correct jumbled sentence. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള jumbled sentence ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. always peak എന്തെയ്യുന്നുടെ always park in the in evening. അത് നമ്മൾ വായിക്കുമ്പോഴേ അറിയാം തെറ്റാണ്. in the park I always walk in the evening. ശരി. എന്തെയ്യുന്നുടെ പാർക്കിൽ എല്ലാ ദിവസവും ഞാൻ നടക്കാറുണ്ട്. evening in I the park walk. തെറ്റ്. എന്തെയ്യുന്നുടെ walk in evening always the തെറ്റ്. എന്തെയ്യുന്നുടെ ഏതാണ് നമുക്കുള്ള ഉത്തരം? in the park I always walk in the evening. ഉത്തരമായിട്ട് ഇന്ന് നടന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ചെറിയ ഒരു ചോദ്യമായിരുന്നു വന്നത്. വളരെ എല്ലാവർക്കും ഉത്തരങ്ങൾ വളരെ പെട്ടെന്ന് കിട്ടും. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വളരെ കുഞ്ഞു കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഉത്തരങ്ങൾ ശരിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.